നയതന്ത്ര ചാനലിലൂടെയുള്ള എല്ലാ സ്വർണ്ണക്കടത്തുകളെപ്പറ്റിയും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് അറിയാമായിരുന്നുവെന്ന് സ്വപ്ന സുരേഷ്. മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ സ്വർണ്ണക്കടത്തിലെ പിണറായിയുടെയും കുടുംബത്തിൻ്റെയും പങ്കിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും സ്വപ്ന. ജനം ടി വിയിലെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷുമായുള്ള 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിമുഖം ഇന്ന് വൈകിട്ട് 6:30 കാണാം. ഈ ഡിപ്ലോമാറ്റിക് ഗോൾഡ് സ്മഗ്ലിങ്ങിൽ അത് യഥാർത്ഥ കേസ് അന്വേഷിക്കപ്പെടുകയാണെങ്കിൽ പിണറായി വിൽ ബി ദി if it goes in its true sense, the investigation, then obviously all these have to be accused minimum. പിന്നെ ട്രയൽ വരുമ്പോഴല്ലേ കൺവിക്റ്റ് ആവോ ഇല്ലേ എന്നുള്ള കാര്യം. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ തലയും വാലും അറിയണമെങ്കിൽ ഇവരെല്ലാവരും ഇൻട്രഗേഷന് ഹാജരാവണം, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യണം. അത് സംഭവിക്കാത്തടത്തോളം കാലം ഒന്നും ഒരിടം എത്തൂല. ഞാനിത് ഈ നമ്മളുടെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക, ഈ അന്ന് പിടിക്കപ്പെട്ട മാത്രമല്ല, ബാക്കി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ നടന്ന എല്ലാ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ചും പിണറായിക്ക് അറിയാം, പൂർണ്ണ ബോധ്യമുണ്ട്. ബിക്കോസ് ഈ ശിവശങ്കർ, മൈസെൽഫ്, Pinarayi Vijayan, Consul General, we have a very transparent communication. We don't hide anything because this is business deals, right? So we cannot hide anything. And it is two-way traffic. So you cannot keep somebody away from the loop. All of them should be in the same page. So അതുകൊണ്ട് അതൊരു സ്റ്റുപ്പിഡ് തിങ്കിങ് അല്ലേ പുള്ളിക്കാരനൊന്നും അറിയില്ല എന്ന് പറയുന്നത്. How can CM's office involve and call up the customs to release the diplomatic baggage? തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അറിയാതെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. Had it not been opened and if it was released that day, ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസേ ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പോൾ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഇരിക്കുമോ? ഇത് വെളിയിലാവാതിരിക്കാനല്ലേ അവർ ഇൻവോൾവ് ആയത്, അല്ലാതെ അതിൻ്റെ അകത്ത് ഷൂസും ഡേറ്റ്സും ആണെന്നല്ലല്ലോ പറഞ്ഞത്. എവറിത്തിങ് ഇസ് ആക്ച്വലി ക്ലിയർ, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസെപ്ഷൻ ഓഫ് ദ പീപ്പിൾ. ആൾക്കാർക്ക് ഏതാണ് എടുക്കാൻ ഇഷ്ടം ആ രീതിയിൽ എടുക്കുന്നു, ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്നു, അല്ലാതെ ഐ ഡോണ്ട് നോ. എന്തായാലും സത്യം പുറത്തു വരും. അതെ, ഒരു ദിവസം സത്യം പുറത്തു വരും. ഇതുപോലെ എല്ലാവരും കയറി ഇറങ്ങുകയും ചെയ്യും. ലൈക്ക് ഹൗ നൗ വീണ വിജയൻ ഇസ് ഫേസിങ്. ഈ 164 സ്റ്റേറ്റ്മെൻറ്റിൽ മജിസ്ട്രേറ്റിന് കൊടുത്ത രഹസ്യമൊഴിയിൽ പിണറായിയുടെയും പിണറായിയുടെ ഭാര്യയുടെയും മകളുടെയും ഒക്കെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിട്ടും നോക്കൂ, എന്തുകൊണ്ടാണ് കസ്റ്റംസോ അല്ലെങ്കിൽ ED യോ NIA യോ ഒന്നും ഇവരെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കാം?